അല്ല ആളെ കിട്ടിയാ എന്താളെ കിട്ടിയോ നിങ്ങൾ ചോദിക്കുന്നത്? അല്ല നിങ്ങളെല്ലാം രാവിലെ മുതലേ ലീഗിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും, രാജ്യസഭാ സ്ഥാനാർത്ഥി എന്നിട്ട് ആരൊക്കെയോ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അല്ല അതിപ്പം രാജ്യസഭയുടെ വിഷയമാണെങ്കിൽ അതിപ്പം പുതുമുഖങ്ങൾക്ക് കൊടുക്കാന്നുള്ളത് താങ്കൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് തങ്ങളുമായിട്ട് സംസാരിച്ചു, ക്ലിയർ ആയിട്ടാണ് പറഞ്ഞേക്കാം. ഞാൻ തങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ പത്രക്കാരൻ എന്നെ കാത്തിക്കണ്, മിക്കവാറും ഞാൻ രാജ്യസഭയിൽ പോകുന്നുണ്ടോ എന്ന് ചോദിക്കാനായിരിക്കും. ഇല്ലയെന്ന് ഞാനൊന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. ബാക്കി നിങ്ങൾ തങ്ങളോട് ചോദിച്ചാൽ മതി. എന്നോടിപ്പോൾ സൂചിപ്പിച്ചു, ഇങ്ങനെ ചില മാധ്യമങ്ങളെ ട്രോളിക്കൊണ്ടിരിക്കുന്നുണ്ട്, അദ്ദേഹം വരുമെന്നൊക്കെ. അപ്പോൾ ഞാനത് നിഷേധിക്കട്ടെ എന്ന് ചോദിച്ചു. ഇപ്പോൾ എന്നോട് പറഞ്ഞോ? ആ, ഞാൻ പറഞ്ഞു ധൈര്യപൂർവ്വം നിഷേധിച്ചോളിന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല ഇത് ചില്ലറ കളിയല്ല കേട്ടാ. ഇന്ത്യ സഖ്യമറ്റ അധികാരത്തിൽ വന്നാൽ ഇവിടുന്ന് പോയ MP മന്ത്രിയാ, കേന്ദ്രമന്ത്രി കേട്ടാ, കേന്ദ്രമന്ത്രി. അല്ല അത് കണ്ടിട്ട് തന്നെ ആയിരുന്നു മൂപ്പര് പദ്ധതി ഇട്ടിരുന്നത്. പക്ഷെ അത് ഇന്നലെ സാദിഖലി തങ്ങൾ ഇടപെട്ട് പൊളിച്ചു. അത് നിങ്ങൾ കേട്ടില്ലേ? സാദിഖലി നിങ്ങൾ പ്രസ് മീറ്റ് പറഞ്ഞിരുന്നത്. അതിൽ കുഞ്ഞാലിക്കുട്ടിക്ക് അടുത്ത തവണ കേരളത്തിൽ UDF അധികാരത്തിലെത്തിക്കാനുള്ള യമണ്ടൻ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ല എന്നാ പിന്നെ നമുക്ക് PM ഇസ്ലാമിനെ ആയിക്കോട്ടെ. മൂപ്പര് കുറെ കാലമായില്ല ഇങ്ങനെ പിന്നാലെ കൂടുന്നു. അല്ല അതിപ്പം മൂപ്പർക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം കുഞ്ഞാലിക്കുട്ടിയുടെ ബാധ്യത ഒഴിവായ സ്ഥിതിക്ക് ഇസ്ലാമിന് തന്നെയാണ് സാധ്യതയുള്ളത്. പക്ഷെ അപ്പോഴാണല്ലോ ഇപ്പോൾ യൂത്ത് ലീഗ് അവകാശവാദമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. തങ്ങളെ പോയി കാണുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താകുമോ എന്നറിയില്ല. അല്ലെ യൂത്ത് മീൻസ് PK ഫിറോസ് ഓർ ഫൈസൽ ബാബു, എന്തിന് നമ്മുടെ KM ഷാജി വരെ യൂത്ത് അല്ലേ, അദ്ദേഹത്തിന് ആയിക്കൂടെ? അല്ല ഈ രാജ്യസഭയിലേക്ക് ലീഗ് മുമ്പും യൂത്തിനെ വിട്ടിട്ടുണ്ടെന്നാണ് MK മുനീർ ഇന്ന് രാവിലെയും കൂടി കോഴിക്കോട് എന്ന് പറഞ്ഞത്. കാസർഗോഡ് ഫിറോസും അടിച്ചിട്ടുണ്ട്. അബ്ദുസമദ് സമദാനി അദ്ദേഹത്തിൻ്റെ ചെറുപ്പ കാലഘട്ടത്തിലാണ് അദ്ദേഹം രാജ്യസഭയിൽ പോയത്. ഒരു സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുമ്പോൾ ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ യൂത്ത് ലീഗിൻ്റെ ഒരു അഭിപ്രായം ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ആ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും പാർട്ടി തീരുമാനമെടുക്കുക എന്ന കാര്യം ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കേണ്ടതുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ ആവശ്യപ്പെട്ടതാണ്. ആ നിലക്ക് പാർട്ടിയുടെ പരിഗണനയുണ്ട്. അല്ല ഇനിയിപ്പോൾ എൻ്റെ സംശയം ഈ തർക്കമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ യൂത്തിനെ ഇറക്കിയതെന്നൊരു കാര്യം കൂടിയാണ്. അല്ല യൂത്തിന്റെ അപ്പുറത്ത് ഒരു വക്കീലിന്റെ പേര് കൂടി പറയുന്നുണ്ടല്ലോ. അത് നമ്മളെ ആരിസ് മീരാനല്ലേ, സുപ്രീം കോടതിയിൽ നമ്മളെ ലീഗിൻ്റെ കേസൊക്കെ വാദിക്കുന്നത്. കേസ് വാദിക്കുന്നവർക്ക് പൈസ കൊടുത്താൽ വരെ രാജ്യസഭ സീറ്റ് കൊടുക്കണം. അല്ല നമ്മളെ പാർട്ടി ഞങ്ങൾ ഇങ്ങനെയൊന്നും കളിയാക്കരുതിട്ടോ. അല്ല എന്നാ പിന്നെ നിങ്ങൾ പറ ആരാണ് സ്ഥാനാർത്ഥിയാവുമെന്ന് പറ. ഒന്നുകിൽ PM ഇസ്ലാം അല്ലെങ്കിൽ യൂത്ത്, ഇത് രണ്ടിലൊന്ന്. ഉറപ്പിക്കട്ടെ? ധൈര്യമായിട്ട് ഉറപ്പിച്ചു.